കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
35 വർഷം കൊണ്ട് നമ്മൾ നശിപ്പിച്ചതാണ്. അത് ഒരു വർഷം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ റെഡിയാകില്ല. ഇനിയൊരു 10-20 വർഷം ഭൂഗർഭജലം കൂട്ടാനുള്ള പദ്ധതികൾ ഇടണം. മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ ഒഴികെ സകല ജീവികളും നിലനിന്നാൽ മാത്രമേ മനുഷ്യൻ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. സത്യമാണ്, വിദ്യാഭ്യാസ കേരളത്തിൽ മേലോങ്ങി നിൽക്കുന്നത്, സംസ്കാരം ഹ്യൂമൻ വാല്യൂവിനേക്കാളും മുകളിൽ കയറി നിൽക്കുന്നത് ഗുണ്ടായുസമാണ്. CPM ഭരിക്കുമ്പോൾ തന്നെ BJP കേന്ദ്രം ഭരിച്ചുകൊണ്ട് ഈ പദ്ധതികളെല്ലാം ഒന്നുവിടാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പദ്ധതികളെല്ലാം CPM ഭരണത്തിലല്ലാതെ പ്രതിപക്ഷമാണെങ്കിൽ ഒന്നും നടക്കാൻ CPM അനുവദിക്കില്ല. അപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1969 ഫെബ്രുവരി മാസം 16-ാം തീയതി നമ്മുടെ കേരള നിയമസഭയിൽ നമ്മുടെ ചിറ്റൂർ MLA ആയിരുന്ന ബഹുമാനപ്പെട്ട ശിവരാമ ഭാരതി, KA ശിവരാമ ഭാരതി, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ്. അദ്ദേഹം പ്രതിനിധീകരിച്ച പാർട്ടിയുടെ പേര് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ്, PSP. അവർക്ക് 38 MLA മാരുണ്ടായിരുന്നു ഒരു സമയത്ത്. ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു 356-ാം പിരിവ് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടു. ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ടു. അപ്പോൾ വീണ്ടും ഇലക്ഷന് മുമ്പ് സർക്കാർ രൂപീകരിക്കാൻ പലരും ശ്രമിച്ചു. ഞങ്ങളുടെ ചിറ്റൂർ MLA KA ശിവരാമ ഭാരതി മുഖ്യമന്ത്രി ആകണം പറഞ്ഞ് പലരും ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ KA ശിവരാമ ഭാരതി പറഞ്ഞു, ഇനിയൊരാളിനെ ചവിട്ടി പുറത്താക്കിയിട്ട് ഞാൻ മുഖ്യമന്ത്രി ആകില്ല പറഞ്ഞപ്പോൾ, കാരണം 38 MLA മാർ ഇവർക്ക് ഉണ്ടായിരുന്നു, ആകില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം മാറി. സംസ്കാരത്തിൻ്റെ അദ്ദേഹം മാറിയത് കൊണ്ടാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായത്. ഇത് പറയാൻ കാരണം ആ സമയത്ത് 1969 മലയാള മനോരമ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ജേർണൽസ്, മലയാള മനോരമ, മലയാള ജേർണൽ ഒരു വലിയൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയൊരു പ്രസൻറ്റേഷൻ ചെയ്തിരുന്നു. പാലക്കാട് ചുരത്തെക്കുറിച്ചും ഭൂഗർഭജലം ഇല്ലാതാകുന്നതിനെക്കുറിച്ചും ക്രമേണ 50-കൾക്ക് ശേഷം വരുന്ന വരൾച്ച, ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരം എന്താണെന്നെല്ലാം ഉണ്ടാക്കി ബഹുമാനപ്പെട്ട KA ശിവരാമ ഭാരതി അവർ കേരള നിയമസഭയിൽ 1969 ഫെബ്രുവരി മാസം 18-ാം തീയതി അവിടെ പ്രസൻറ്റേഷൻ ചെയ്തു. പാലക്കാട് ജില്ല ഇത്രയും പ്രശ്നമാണ്, അപ്പോൾ ഇത് റെയിൻ ഷേഡോ ബെൽറ്റായിട്ട് പ്രഖ്യാപിക്കണം, മഴ നിഴൽ പ്രദേശമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് KA ശിവരാമ ഭാരതിയുടെ നിർദ്ദേശപ്രകാരം കേരള നിയമസഭ 1969 ഡിക്ലെയർ ചെയ്തതാണ്. അപ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടെ അവർ കണ്ടിട്ടുണ്ട്. അപ്പം തന്നെ അതിൻ്റെ അംശങ്ങൾ അവർ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മഴ കുറച്ചലും അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ മഴ കുറഞ്ഞു, ഇടയ്ക്ക് കൂടി. അപ്പോൾ അദ്ദേഹം 77 വരെ MLA ആയിരുന്നു, എമർജൻസിയൊക്കെ. അപ്പോൾ അദ്ദേഹം ഈ മണ്ണിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ ആളാണ്. അദ്ദേഹം ഇവിടെ ചാരായക്കടകൾ അങ്ങൊന്നും ഇങ്ങൊന്നുമായിട്ടുണ്ട്, ചാരായക്കടകൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, പുതുതായിട്ട് കള്ള് വരാൻ പോകുന്നവേ, തെങ്ങിലൊക്കെ ചുമത്താൻ പോകുന്നവേ, അത് സാമൂഹ്യ വിപത്താണ് എന്നൊക്കെ നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആർക്കൈവിൽ നിന്നെല്ലാം എടുത്തു, ഒരു 25,000 പേജ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ തിരുക്കൊച്ചിയാണല്ലോ, അപ്പോൾ കൊച്ചി, എറണാകുളം പോലെ തന്നെ മനുഷ്യർ വലിക്കുന്ന വണ്ടി ആളുകളെ വെച്ച്, അത് 60 വരെ ഉണ്ടായിരുന്നവங்க ഇവിടെ ചിറ്റൂർ തത്തമംഗലത്തൊക്കെ, അത് മനുഷ്യത്വവുമില്ലാത്ത പണിയാണ്, അത് നിർത്തണം പറഞ്ഞ് അത് ബാൻ ചെയ്തു. ഇങ്ങനെ സാമൂഹ്യ വിഷയങ്ങളെല്ലാം. അതിലാണ് പ്രകൃതിയായിട്ട് പാലക്കാടൻ ചുരം ഒരു മഴ നിഴൽ പ്രദേശം, റെയിൻ ഷാഡോ ബെൽറ്റ് പ്രഖ്യാപിച്ചത് 1969 തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെയിൻ ഷാഡോ ബെൽറ്റിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, പ്രത്യേകം ഭൂഗർഭജലം സക്ക് ചെയ്തെടുത്ത് ഊറ്റിയെടുത്ത് വരുന്ന ഒരു പണിയും ചെയ്യാൻ പാടില്ല. ഉള്ള ഭൂഗർഭജലം കാത്തു സൂക്ഷിക്കണം. അത് ആ റീചാർജ് ചെയ്തോ എന്തെങ്കിലും വഴിയിൽ കുളങ്ങൾ, കിണറുകളിൽ നിറച്ച് വെള്ളക്കെട്ട് കൂടി ആ ഭൂഗർഭജലം കൂട്ടാനുള്ള പണികൾ ചെയ്യണം. അത് ചെയ്യാതെ കഴിഞ്ഞ 35 വർഷത്തിൽ സക്ക് ചെയ്തെടുത്തു. മിസ്യൂസിൻ്റെ ഉസ്താദുകളാണ് നമ്മൾ. നല്ല വില കിട്ടുന്നു പറഞ്ഞ് 2 കണ്ണും 100 കോടി രൂപയ്ക്ക് വിറ്റു, നമ്മുടെ നേതാവ് പറഞ്ഞിട്ട്. ആ 2 കണ്ണും വിറ്റ പണം കൊണ്ട് ഒരു TV വാങ്ങിച്ച് കാണാൻ പറ്റുമോ? അതാണ് ഇപ്പോൾ വികസനം എന്ന് പറയുന്നത്. വികസനം വേണം, ജനങ്ങളേ ഇല്ല പറഞ്ഞാൽ പിന്നെ ജനങ്ങളില്ലാതെ എന്ത് വികസനം? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് വെച്ചാൽ മെയ് മാസം 20-ാം തീയതിക്ക് ശേഷം, മെയ് 20-ന് ശേഷം, മെയ് ലാസ്റ്റ് വീക്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാറ്റടിക്കും. അറബിക്കടലിൽ നിന്നും 30, 40, 50 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിക്കാൻ തുടങ്ങും മെയ് 20-ന് ശേഷം.
ജൂൺ 1 പറഞ്ഞാൽ കൃത്യമായി മഴ പെയ്യും. അതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ബംഗാൾ കടലിൽ നിന്നും വടക്ക് കിഴക്ക് മൺസൂൺ ഉണ്ട്. അവിടെ അതുപോലെ ന്യൂനമർദ്ദം കഴിഞ്ഞിട്ട് വടക്ക് കിഴക്ക് മഴ ലൈറ്റായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അറബിക്കടലിൽ നിന്നും രൂപപ്പെടുന്ന കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അങ്ങനെ വന്ന് മലയുള്ള പശ്ചിമഘട്ടത്തിൽ മോദി ഇവിടെ മഴ പെയ്യും. അപ്പം മഴ കിട്ടുന്ന സ്ഥലമാണ് പാലക്കാട് ചുരം, പക്ഷെ അതോട് തീരുന്ന സ്ഥലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറബിക്കടലിൽ നിന്ന് അങ്ങനെ കാറ്റടിച്ച് വന്ന് പാലക്കാട് ചിറ്റൂർ അങ്ങനെ വന്ന് മഴ തീരും. അതുപോലെ അറബിക്കടലിൽ നിന്ന് പോലെ തന്നെ ബേ ഓഫ് ബംഗാളിൽ നിന്നും വടക്ക് കിഴക്ക് മൺസൂൺ, ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ അങ്ങനെ കാറ്റടിച്ച് വന്ന് മഴ പെയ്ത് പാലക്കാട് ചുരത്തിൽ തീരും. അപ്പോൾ മലയല്ലേ, മലയിൽ മുട്ടി അവിടെ മഴ പെയ്യും, ഇവിടെ മലയിൽ മുട്ടി മഴ പെയ്യും. ചുരമായതുകൊണ്ട് കുറച്ച് ഇവിടെ വന്ന് ഇങ്ങനെ തേങ്ങും. അപ്പോൾ 2 മൺസൂൺ കിട്ടുന്ന സ്ഥലമാണ്, 2 മൺസൂൺ മുട്ടുന്ന സ്ഥലമാണ്. മുട്ടിത്തീരുമ്പോൾ അവിടെ മഴ കുറവാണ്, ലെങ്തി അല്ലേ, അപ്പോൾ മഴ കുറഞ്ഞു. അപ്പോൾ 2 മൺസൂൺ കിട്ടുന്ന സ്ഥലമാണ്, മുട്ടുന്ന സ്ഥലമാണ്, പക്ഷെ മഴ കുറച്ച് കുറവാണ്. അതാണ് ഈ പാലക്കാട് പറഞ്ഞ ഹാഫ് ഡെസേർട്ട്, ഈ ഒരു പനമരങ്ങളൊക്കെ കൂടുതലുള്ള ഈ ലാൻഡിൻ്റെ നേച്ചർ. അപ്പോൾ 2 മൺസൂൺ കിട്ടുന്ന സ്ഥലം, 2 മൺസൂൺ മുട്ടുന്ന സ്ഥലം. അപ്പോൾ മഴ കൂടുതലല്ല, അത്യാവശ്യം കുറവാണ്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ മഴ കുറവാണ്. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ 2 മൺസൂൺ കിട്ടുന്ന സ്ഥലം, 2 മൺസൂൺ മുട്ടുന്ന സ്ഥലം. ഈ ഭൂപ്രദേശം റെയിൻ തീരുന്ന സ്ഥലം, മഴ വന്ന് നിഴൽ പോലെ തീരും അവിടെ. ഇതുപോലെ കുറേ ഉണ്ട്. ചിന്നാറുണ്ട്, മറയൂർ പോകുന്ന വഴി ചിന്നാർ റെയിൻ ഷാഡോ ബെൽറ്റാണ്. കുറേ റെയിൻ ഷാഡോ ബെൽറ്റ്സ് ഉണ്ട്, പക്ഷെ ഇത് ഏറ്റവും വലിയ റെയിൻ ഷാഡോ ബെൽറ്റാണ്. പാലക്കാട് ചുരം പറഞ്ഞ് ഈ ഗ്യാപ്പ് തൊട്ട് ആ ഗ്യാപ്പ് വരെ. അപ്പോൾ 2 മൺസൂൺ കിട്ടുന്ന സ്ഥലം, മുട്ടുന്ന സ്ഥലം. അപ്പോൾ അവിടെ മഴ തീരുന്ന ലാസ്റ്റാണ്. അപ്പോൾ ഇവിടെ മഴ കുറവാണ്. അപ്പോൾ റെയിൻ ഷാഡോ ബെൽറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭൂപ്രദേശത്തെയാണ്. ഇന്ത്യയിൽ തന്നെ പാലക്കാട് ചുരം, തമിഴ്നാട്ടിലെ ദിണ്ടുക്കൽ, പൊള്ളാച്ചി, തിരുപ്പൂർ, കോയമ്പത്തൂർ ഉൾപ്പെട്ട പ്രദേശങ്ങൾ, കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, പട്ടാമ്പിയം കഴിഞ്ഞിട്ട് ഇത് റെയിൻ ഷാഡോ ബെൽറ്റാണ്. പ്യൂറായിട്ട് റെയിൻ ഷാഡോ പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു 3 താലൂക്ക്. അതിപ്പോൾ ഇനി കൊല്ലംകോടൊക്കെ നല്ല നെൽപ്പാടങ്ങളുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഗുരുവായൂരിലും ശബരിമലയിലും നിരപുത്തരിക്ക്, ചിങ്ങമുണ്ണിനെ നെല്ല് പോണത് ഇവിടെ നിന്നാണ്, കതിർ. അത്രയും നെൽപ്പാടങ്ങൾ ഇപ്പോൾ നശിക്കുകയാണ്. അപ്പോൾ ഇതിന് ആലത്തൂരൊക്കെ റെയിൻ ഷാഡോ ബെൽറ്റായിട്ട് അറിയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. അപ്പോൾ റെയിൻ ഷാഡോ ബെൽറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു, കാരണം അത്രയും നമ്മൾ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. അപ്പോൾ റെയിൻ ഷാഡോ ബെൽറ്റ് പറഞ്ഞാൽ മഴ നിഴൽ പ്രദേശം എന്നാണ് മലയാളത്തിൽ പറയുക. 2 മൺസൂൺ കിട്ടുന്ന സ്ഥലം, 2 മൺസൂൺ മുട്ടുന്ന സ്ഥലം, മഴ കുറവാണ്, ഹാഫ് ഡെസേർട്ടാണ്. ഇപ്പോൾ 2018-19 എത്രയോ പ്രളയം വന്നു, മഴ വന്നു, പക്ഷേ ആ വെള്ളമൊന്നും ഇവിടെ ഭൂഗർഭജലമായിട്ട് ഇറങ്ങിയില്ല, ഒഴുകിപ്പോയി. കാരണം നേച്ചർ അസിഡിറ്റി കൂടുതലാണ്, ഭൂമിയുടെ മണ്ണിൽ ഫ്ലോറൈഡ് കൂടുതലാണ്. അപ്പോൾ മഴനിഴൽ പ്രദേശത്തിൽ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്ന പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള അടിസ്ഥാന ശാസ്ത്രമുണ്ട്, അടിസ്ഥാന പ്രകൃതി വശമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. 35 വർഷം കൊണ്ട് നമ്മൾ നശിപ്പിച്ചതാണ്. അത് 1 വർഷം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ റെഡിയാകില്ല. ഇനിയൊരു 10-20 വർഷം ഭൂഗർഭജലം കൂട്ടാനുള്ള പദ്ധതികൾ ഇടണം. ഇപ്പോൾ പറമ്പിക്കുളം ആളിയാറിൽ നിന്ന് വെള്ളം വന്ന ചിറ്റൂർ താലൂക്കിൽ ഇത് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇല്ല. കമ്പാലത്തറ ഡാമുണ്ട്, വെങ്കലക്കയം, ചുള്ളിയാറ്, കുന്നമ്പടായി, ഈ 4-5 കൊച്ച് വാട്ടർ ഷെഡ്സേ ഉള്ളൂ. വലിയ ഡാമൊന്നുമില്ല. അതിൽ 6 TMC ആണ്. അത് ഇന്നും ഉള്ള ഇങ്ങനെ വാട്ടർ ഷെഡ്സ് ഉണ്ടാക്കുക, വലിയ വലിയ ഏരിയകൾ ഉണ്ടാക്കുക. നമുക്ക് അവകാശപ്പെട്ട വെള്ളം 7.25 16 ആ വെള്ളം വാങ്ങിച്ച് ഇവിടെ വെക്കുക. അപ്പോൾ ഭൂമിയിൽ എപ്പോഴും ഒരു നനവുണ്ടാകും, അത് ഇറങ്ങും. അങ്ങനെ ഉള്ള പണികളും പ്ലസ് ഭൂഗർഭജലം കൂട്ടാനുള്ള മരങ്ങളിൽ ഒന്നാണ് പന. കരിമ്പന വെച്ച് നട്ടുപിടിപ്പിക്കുക. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ തൈകൾ നടാറുണ്ട്. കഴിഞ്ഞ 35 വർഷത്തിൽ നമ്മൾ നട്ട തൈകളെല്ലാം മരങ്ങളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൈ നടാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതിലെന്തോ പാളിച്ചയുണ്ട്. ഈ വർഷം നട്ട തൈ അതിൽ ട്രീ ഗാർഡ് വെക്കണം, വെള്ളം ഒഴിക്കണം. 5 വർഷമെങ്കിലും അത് പരിപാലിച്ചാലേ അത് മരമാകുള്ളൂ. നമ്മൾ പരിപാലിക്കില്ല, ഫോട്ടോ പിടിച്ചു ഫേസ്ബുക്കിലിട്ട് പത്രത്തിൽ കൊടുത്തു, അടുത്ത വർഷം അതേ സ്ഥലത്ത് ആ ചെടിയില്ല, അതേ സ്ഥലത്താണ് വേറൊരു ചെടി വെക്കുന്നത്. അപ്പോൾ കരിമ്പന പോലുള്ള ഭൂഗർഭജലം കാത്തു സൂക്ഷിക്കുന്ന മരങ്ങൾ 10 ലക്ഷം കരിമ്പന നടണം. പിന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ആന വരുന്ന പറഞ്ഞ്. ഫോറസ്റ്റിൻ്റെയും ജനവാസ മേഖലയുടെയും അതിർത്തിയിൽ കമ്പി വേലി പൂടുക, ഇലക്ട്രിക് വേലി വേണ്ട, പനവേലി വെക്കുക. അടുപ്പിച്ച് പനവേലി വെച്ചാൽ അങ്ങോട്ട് വരില്ല, പാന കടന്ന് ആനകൾ വരാറില്ല. ഇവിടെ പറമ്പിക്കുളത്തിനടുത്ത് സേത്തുമടയിൽ അങ്ങനെയുള്ള പനവേലിയുണ്ട്. അതായത് അടപ്പിച്ചിട്ടുണ്ടാവും, ആന വരാനും പറ്റില്ല, പനമ്പഴം നിന്നിട്ട് തിരിച്ചു പോകും.
അപ്പോൾ അതൊരു വലിയൊരു സൊല്യൂഷനാണ്. ഇങ്ങനെയുള്ള പ്രകൃതി വശം ശാസ്ത്രീയ വശങ്ങളുണ്ട്. അല്ലാതെ വെറുതെ എല്ലാ ആനിമലിനെയും ചുട്ടുകൊണ്ടാൽ റെഡി ഫയർ ചെയ്ത് കൊണ്ടാൽ ശരിയാകുമോ? എത്ര എണ്ണത്തെ കൊല്ലും? അത് തെറ്റല്ലേ? മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ ഒഴികെ സകല ജീവികളും നിലനിന്നാൽ മാത്രമേ മനുഷ്യൻ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. സമയമെടുക്കും. അതായത് പ്രകൃതിക്ക് സമയമാണ്. കാലം പറഞ്ഞാൽ നമുക്ക് 10 വർഷം 5 വർഷം എന്നൊക്കെ പറയുന്നു, 1 മാസം പറയുന്നു. പ്രകൃതിക്ക് അതൊന്നും വിഷയമല്ല. അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സമയമെടുക്കുമെന്നുള്ള ഒറ്റ വാക്കാണ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം. കാരണം ഒരു മണ്ണിൻ്റെ ഘടന പറഞ്ഞത് മിശ്ര കൃഷി ചെയ്യണം, ഇടവിളയൊക്കെ ചെയ്യില്ലേ. ഇതിപ്പോൾ തേങ്ങയല്ല, ഇവിടെ തേങ്ങയ്ക്കല്ല തെങ്ങ്, കള്ളിനാണ്. അപ്പോൾ എല്ലാവരും തെങ്ങ് വെച്ചു. മിശ്ര കൃഷിയല്ല. മിശ്ര കൃഷി പറഞ്ഞാൽ മനസ്സിലായി, മിക്സ്ഡ്. നമ്മുടെ തെക്കേ ഇന്ത്യയിൽ തന്നെ മിശ്ര കൃഷിയാണ് എല്ലാ സ്ഥലത്തും. പപ്പാളി ഉണ്ടാകും, അതിൻ്റെ താഴോട്ട് കൊയ്യാക്കായ ഉണ്ടാകും, തക്കാളി ഉണ്ടാകും. ഒരു വരമ്പിൽ 5 എണ്ണം ഉണ്ടാകും. ആ വെള്ളം 5 പയർ ഉപയോഗിക്കും. അപ്പം അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ കള്ളാണ്, എല്ലാം തെങ്ങാണ്. കള്ളിന് വിലയില്ല, കള്ള് പോയി, തെങ്ങും പോയി. മാങ്ങയാണ്, എല്ലാവരും മാങ്ങയാണ്. അപ്പോൾ മിശ്ര കൃഷി ചെയ്യുമ്പോഴാണ് ഈ നമുക്ക് നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു, ഇപ്പോൾ കുറച്ച് നഷ്ടപ്പെട്ടു. പ്ലാച്ചിമട ഉൾപ്പെടെ ആ നഷ്ടപ്പെട്ട മണ്ണിൻ്റെ വളക്കൂറ് തിരിച്ചു പിടിക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇനിയെങ്കിലും ഈ വളക്കൂറ് നഷ്ടപ്പെടാൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ചെയ്യാതിരുന്നാലേ മതി. ഇനിയും കുറച്ച് ക്രമേണ കാലമാണ്, സമയമെടുക്കുമെന്നുള്ളതാണ് അത് പ്രകൃതിപരമായിട്ടുള്ള ഉത്തരം. പിന്നെ മനുഷ്യൻ്റെ ഇടപെടൽ പറഞ്ഞത് ഇനി ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകരുത്, പക്ഷേ കരിമ്പന പോലുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഭൂഗർഭജലം കൂട്ടാൻ വേണ്ടിയുള്ള പ്രവൃത്തികൾ ശക്തമാക്കുക. ലോങ് ടൈം പ്രോസസ്സിൽ 10 വർഷം കൊണ്ട് ഒരു 10 ലക്ഷം പന നടാം, അങ്ങനെയുള്ള തീരുമാനം എടുക്കുക. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കും 2 മൺസൂണും കിട്ടും. ഈ പനമരത്തിൽ പനമ്പഴം ഉണ്ടാകും. അത് പൊട്ടിച്ചാൽ ഉള്ളിൽ 3 വിത്തുണ്ടാവും, ആമക്കുഞ്ഞു പോലെ ഉണ്ടാവും. അത് കുഴിച്ച് മൂടി വെച്ചാൽ മതി. 1 മാസം കൊണ്ട് 2 ഇല വരും, അത് വന്നോളൂ. നമ്മൾ വെള്ളം ഒഴിക്കണ്ട, ട്രീ ഗാർഡ് വെക്കണ്ട. അപ്പോൾ കരിമ്പന നടുക, ഇത് ലോങ് ടൈം പ്രോസസ്സാണ്. ഇതാണ് ഭൂഗർഭജലം റീചാർജ് ചെയ്യാനുള്ള വഴികൾ. അല്ലാതെ നമ്മളിപ്പോൾ വാട്ടർ ടാങ്ക് നിറയ്ക്കുന്നത് പോലെ ഭൂമിക്ക് താഴോട്ട് റീചാർജ് ചെയ്യാൻ സാധ്യമല്ല, പ്രകൃതിയാണ്. അപ്പോൾ ഭൂഗർഭജലം റീചാർജ് ചെയ്തില്ലെങ്കിൽ, റീഫിൽ ചെയ്തില്ലെങ്കിൽ വലിയ ആപത്തുകൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോവുകയാണ്. ഈ പ്രവൃത്തിയൊക്കെ ചേർന്നിട്ട് അതിൻ്റെ ആക്കം, പ്രത്യാഘാതം കൂട്ടും. അപ്പോൾ നമ്മൾ കരിമ്പന നടണം. നമ്മുടെ ഈ പ്രവൃത്തിയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക്, ഭൂകമ്പങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആക്കം കൂട്ടുന്നത് നമ്മുടെ ഈ പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ 35 വർഷം കൊണ്ട് നശിപ്പിച്ചത് ഒരു സുപ്രഭാതത്തിൽ റെഡിയാകില്ല. ക്രമേണ നമ്മൾ ഒരു 10 വർഷം ലോങ് ടൈം പ്രോസസ്സിൽ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അതായത് ജൂൺ ജൂലൈ കാലവർഷം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നിലവിലിരിക്കുന്ന ജൂൺ ജൂലൈയിൽ പോലും ലോറി വെള്ളം കാത്തിരിക്കുന്ന ഭൂപ്രദേശമാണിത്. അപ്പോൾ വേനൽക്കാലം ആലോചിച്ച് നോക്കി, സ്റ്റിൽ ലോറി വെള്ളം സപ്ലൈ ചെയ്യുന്ന കോളനികൾ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് കൊക്കക്കോള പറഞ്ഞ ഒരു വലിയൊരു കമ്പനി വന്ന് പ്രശ്നമായി പൂട്ടി, ചന്ദന കമ്പനികൾ പൂട്ടി. അതേ സ്ഥലത്ത് വീണ്ടും ഇപ്പോൾ എലപ്പുള്ളിയിൽ തുടങ്ങുന്ന ബ്രൂവറി, ഒരു ബ്രാൻഡി കമ്പനിയോ മാനുഫാക്ചറിയോ ഡിസ്റ്റിലറി എന്തുമാകട്ടെ, വെള്ളമില്ലാതെ നടക്കില്ലല്ലോ. അങ്ങനെ വെള്ളം ഉപയോഗിച്ചുള്ള അത് സ്വകാര്യ കമ്പനി വരുന്നു പറഞ്ഞാൽ സർക്കാരിനോ, സർക്കാരിൽ അംഗം വഹിക്കുന്ന മന്ത്രിമാർക്കോ, അല്ലത് ഭരണത്തിലില്ലാതെ പ്രതിപക്ഷ ആളുകൾക്കോ, ഏത് രാഷ്ട്രീയപ്പെട്ട ആളുകൾക്കും ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, വിവരമില്ല, അവർക്ക് ശാസ്ത്രീയ അറിയാഞ്ഞിട്ടല്ല. എല്ലാവർക്കും മിക്കവാറും എല്ലാം അറിയാം. ഉള്ളത് വിറ്റ് പൈസയാക്കുക. ജനങ്ങൾ രണ്ടാമത്തതാണ്. ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള വോട്ടർ മെഷീനല്ല പ്രശ്നം. വോട്ടർ മെഷീനല്ല, ഇവരെ വോട്ടർ മെഷീനാണ്. ഇവരെ സ്വാധീനിക്കും, ഭീഷണിപ്പെടുത്തും പറഞ്ഞാൽ അവർക്ക് വോട്ടിന്. ഇവിടെ വോട്ടേഴ്സേ മെഷീനാണ്. വോട്ടിംഗ് മെഷീനിൽ പ്രശ്നം പറയില്ല, അത് നിൽക്കട്ടെ. ഇവിടെ വോട്ടേഴ്സേ വോട്ടിംഗ് മെഷീനാണ്. ആ വോട്ടിടുന്ന സമയത്ത് മാത്രം അവർ മതി. ബാക്കി ഈ മെഷീനുകളൊക്കെ എന്തോ പണി ചെയ്തു, നീ പോടാ, ആളിനെ വിടാ പറയും, പോടാ പറയും. സത്യമാണ്. വിദ്യാഭ്യാസ കേരളത്തിൽ മേലോങ്ങി നിൽക്കുന്നത്, സംസ്കാരം ഹ്യൂമൻ വാല്യൂവിനേക്കാളും മുകളിൽ കയറി നിൽക്കുന്നത് ഗുണ്ടായുസമാണ്. പരസ്പരം 4 രാഷ്ട്രീയ പാർട്ടികളും ഫാസിസം പറയുന്നു. CPM പറയുന്നു BJP ഫാസിസം, BJP പറയുന്നു CPM ഫാസിസം, 2 പേരും കൂടി കോൺഗ്രസ് ഫാസിസം. 4 പേരും ഫാസിസ്റ്റുകൾ തന്നെയാണ്. മീൻസ് ഈ വിഷയത്തിൽ ജനങ്ങൾ ഉണ്ടെങ്കിലല്ലേ വികസനം ഉണ്ടാവുള്ളൂ. അവർക്കറിയാം. അപ്പോൾ ഇത്രയും പ്രകൃതി നശിഞ്ഞ് പ്രശ്നമായ ഒരു സ്ഥലത്ത് വീണ്ടും ഒരു സാധനം അവിടെ വെക്കണമെന്ന് പറഞ്ഞാൽ
എന്താകും? അറിയാം, അവർക്ക് അറിഞ്ഞ് തന്നെ ചെയ്യുന്നു. 2 കണ്ണും വിറ്റിട്ടായാലും കുഴപ്പമില്ല, 100 കോടി പൈസ കിട്ടുന്നെങ്കിൽ വിൽക്കാൻ തയ്യാറാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും ഒരു ബലഹീനമായ ഭൂപ്രദേശത്ത് ഇനി ഒരു ബ്രാൻഡിംഗ് കമ്പനിയും കൂടി വരുന്നു എന്ന് പറയുന്നത് വേദനാജനകമാണ്. ഇനിയും വാക്ക് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ കേരളം ലജ്ജിക്കേണ്ട വിഷയമാണ്. ഇവിടെ എത്ര വിഷയങ്ങളുണ്ട്. നെല്ലിൻ്റെ പൈസ കിട്ടിയില്ല. പപ്പളെ പറഞ്ഞതുപോലെ ഇത് കാർഷിക മേഖലയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ മറ്റുള്ള സംസ്ഥാന അതിർത്തികൾ പോലെ ഇവിടെ കമ്പനികൾ ഉണ്ടാകാൻ പറ്റില്ല പറഞ്ഞാൽ വേണ്ട. കാർഷിക ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനി ഉണ്ടോ? നെല്ല് സംഭരണ കേന്ദ്രം ഉണ്ടോ? ഇവിടെ പാഡി റിസർച്ച് സെൻ്റർ അടക്കം വെക്കേണ്ട സ്ഥലമാണ്. തെങ്ങിന് എന്തെങ്കിലും അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഇവിടെ സർക്കാർ ഇൻഡസ്ട്രീസ് വന്നാൽ 10,000 പേരിൽ കൂടുതൽ ജോലി കിട്ടുമല്ലോ. അങ്ങനെയുള്ള ഒരു കമ്പനി ഇവിടെ കൊണ്ടുവരുന്നില്ല. ഇതിന് രാഷ്ട്രീയം സംസാരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് CPIM ഉൾപ്പെട്ട LDF ആണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ BJPയുടെ നയം, പദ്ധതികൾ, പ്രോജക്റ്റ് വികസനമാണ്. ഇപ്പോൾ BJP തന്നെ കേരളം ഭരിക്കുകയാണെങ്കിൽ സംസ്ഥാന ഭരണം BJPക്കാണ്, മുഖ്യമന്ത്രി BJP ആണ്. ആണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധ്യമല്ല. കേരളം BJP ഭരിക്കുന്നു, കേന്ദ്രം BJP ആണ്. ഈ പറയുന്ന പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം പ്രതിപക്ഷം CPM ആണെങ്കിൽ സാധ്യമല്ല. ഇപ്പോൾ CPM ഉൾപ്പെടെ LDF ആണ് ഭരിക്കുന്നത്. BJPക്ക് അത് വളരെ സൗഹൃദമാണ്. BJP കേരളം ഭരിക്കേണ്ട ആവശ്യം കേന്ദ്ര BJPക്ക് ഇല്ല. ഇപ്പോൾ പ്രതിപക്ഷം CPM ആണെങ്കിൽ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഈ പദ്ധതികളൊന്നും നടക്കില്ല. CPMന് തന്നെ ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP എല്ലാ പദ്ധതിയും CPMന് വെച്ചിട്ട് തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഗെയിൽ, വിഴിഞ്ഞം തൊട്ട് അത് വികസനം വേണം, അതുകൊണ്ട് സംസ്ഥാനത്ത് വരും, അതൊക്കെ ഇരിക്കട്ടെ, അതിലൊന്നും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. വിഴിഞ്ഞം വേണ്ട, ഈ ബൈപ്പാസ്, ഈ റോഡുകൾ, ഹൈവേസ് ഒന്നും വേണ്ട, ഗെയിൽ വേണ്ടാന്നൊന്നും നമ്മൾ പറയില്ല. നമ്മളിവിടെ സത്യാവസ്ഥ പറയുകയാണ്. നമ്മൾ വികസനത്തിന് എതിരുമല്ല. CPM ഭരിക്കുമ്പോൾ തന്നെ BJP കേന്ദ്രം ഭരിച്ചുകൊണ്ട് ഈ പദ്ധതികളെല്ലാം ഒന്നുവിടാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പദ്ധതികളെല്ലാം CPM ഭരണത്തിലല്ലാതെ പ്രതിപക്ഷമാണെങ്കിൽ ഒന്നും നടക്കാൻ CPM അനുവദിക്കില്ല. അപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. സ്വകാര്യ കമ്പനികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വായു തുറന്ന് വരട്ടെ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ റെഡ് കാർപ്പറ്റ് വിരിച്ച് അവർ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കിറ്റക്സ്, സാബു ജേക്കബ്, അദ്ദേഹം ഇപ്പോൾ തെലങ്കാനയിൽ പോയി കമ്പനി തുടങ്ങി 1 വർഷം കൊണ്ട് റണ്ണാകാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ കേരളത്തിലുള്ള കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ, അത് എന്ത് കമ്പനിയും ആകട്ടെ, വരാ പറയുന്നു, അല്ലെങ്കിൽ വിളിച്ചപ്പോൾ വന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ കോർഡിനേറ്റ് ചെയ്തിട്ടും ഒന്നിച്ച് ചെയ്യാനുള്ള പ്രോജക്റ്റാണ്. തയ്യാറാണ് CPM. തടയാൻ ആരെക്കൊണ്ട് സമരം ചെയ്യാനും തടയാൻ ആരുമില്ല. പ്രതിപക്ഷത്തിൻ്റെ ഒരു എലിജിബിലിറ്റി ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസും. പിന്നെ BJP സൈലൻ്റാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയം കയറി നിൽക്കുന്നു. അപ്പോൾ CPMഉം BJPയും ഒന്നിച്ച് ഭരിക്കുന്ന കേരളത്തിൽ വേറെ ഏത് തടസ്സം വന്നാലും എന്ത് പേര് വെച്ചും കേസെടുക്കാമല്ലോ. ഇത് വ്യക്തമാകുമെന്ന് വിചാരിക്കുക. രാഷ്ട്രീയമാണ്, നമ്മൾ ആരെയും ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ല. ഇവിടെ വികസനം വരാൻ, കേന്ദ്ര സർക്കാരുടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കോപ്പറേറ്റ് ചെയ്യുന്ന സൗഹൃദപരമായിട്ടുള്ള സംസ്ഥാനമാണ് CPM ഭരിക്കുന്ന LDF. അപ്പോൾ പദ്ധതികളെല്ലാം വന്നുകൊണ്ടേയിരിക്കും. വരുമ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ കുറച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ സംരക്ഷിച്ച് പോകണമെന്നേ ഉള്ളൂ. നമ്മളും ഇവർ ചെയ്യുന്നത് തെറ്റാണ്, CPM BJP കൂട്ട്, അങ്ങനെയുള്ള രാഷ്ട്രീയത്തിലേക്ക് കിടക്കണില്ല. പദ്ധതികൾ നടപ്പിലാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒന്നുവിടാതെ നടത്തി കൊണ്ടുപോകാൻ ഒരു സൗഹൃദപരമായിട്ടുള്ള സംസ്ഥാന സർക്കാർ വേണം. അതിൽ BJPയും CPMഉം വളരെ ശക്തമായിട്ടുള്ള സൗഹൃദ കൂട്ടാണ്. പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് തന്നെ പോകുന്നു. പദ്ധതികൾക്കെതിരെ സമരം ചെയ്താൽ അത് എന്ത് ടൈപ്പിലും കേസെടുക്കും. അതുകൊണ്ടും വേറെ ചില കാരണങ്ങളുകൊണ്ടാണ്. ഇപ്പോൾ എന്നെപ്പോലുള്ളവരൊക്കെ ഒരിക്കലും സമരത്തിൽ പങ്കാളികളല്ല. സമരം ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള ആളുകളല്ല. നമുക്ക് പരിഹാരമാണ് വേണ്ടത്. കാരണം സമരങ്ങൾ ഇവിടെ കുറേ ഉണ്ട്, കുറേ സ്ഥലത്ത് സമരങ്ങളാണ്. സമരത്തിനൊരു പരിഹാരം വേണ്ടേ? അപ്പോൾ മരിക്കുന്നത് വരെ നിരാകാരം കിടക്കണ്ട, അവിടെ മരിക്കും. സമരങ്ങളെ ഒത്തുതീർപ്പായി ചർച്ചയ്ക്ക് വിളിക്കാനുള്ള ആ സംസ്കാരമൊക്കെ പോയി. ബ്രിട്ടീഷുകാരൻ പോലും അത് സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ശേഷം ഒരു സമരം ഇവിടെ വിജയിച്ചിട്ടില്ല. പൊളിയും അല്ലെങ്കിൽ പൊളിച്ചു കൊടുക്കും രാഷ്ട്രീയക്കാർ. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു പ്രകൃതി വിഭവം എടുത്തിട്ടൊരു പദ്ധതി, ഒരു കമ്പനി പറയുമ്പോൾ അത് സ്വകാര്യ കമ്പനി, സർക്കാർ കമ്പനി, എന്തുമാകട്ടെ, ആ സ്ഥാപനം ഉണ്ടാക്കാൻ പോകുന്ന ചുറ്റുപാടുള്ള കൃഷി, ജനങ്ങൾ, ആരോഗ്യം, പ്രകൃതി, ഇതിനെ നശിപ്പിക്കാതെ ചെയ്യാൻ പറ്റുമോ
അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യണം. അല്ലെങ്കിൽ ഇത്രയും ജനവാസവും ഇത്രയും കൃഷി നശിയും ഇത്രയും പ്രകൃതി നശിയും സന്തുലിതാവസ്ഥ തന്നെ തകിടം മറിയും. അങ്ങനെയുള്ള സ്ഥലത്ത് ഉച്ചത്തിലുള്ള ABCD കൊടുത്ത എ സോണിലാണ് ഇതൊക്കെ. അവിടെ വന്ന് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് വേദനാജനകമാണ്, സങ്കടകരമാണ്. പിന്നെ അവിടെ ജനത്തിന് ഇതിനെക്കുറിച്ച് അറിവും കുറവാണ്. അപ്പം അത് നമ്മളെ ഭരിക്കുന്നവർ ചെറിയ 0.001% മനസാക്ഷിയും ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചെറിയ ചിന്തയും ഉണ്ടെങ്കിൽ അതിൽ ബാലൻസ് ചെയ്യും. ജനവാസം ഇല്ലാത്ത സ്ഥലത്ത് വൻകിട ക്വാറികൾ എത്രയോ ഉണ്ട് കേരളത്തിൽ, ഒരു വിഷയമല്ലല്ലോ. കൃഷി വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തിനടുത്ത് ക്വാറി ഇല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ, എത്രയോ പദ്ധതികളുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ വന്നാൽ ഓക്കെ, അങ്ങനെയാണ് വരേണ്ടത്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ലോകത്തിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിലാണ് പല ഫാക്ടറികളും പല വിഷയങ്ങളും ഉള്ളത്. ഈ ഫാക്ടറിയെ പാടില്ല എന്നുള്ളതല്ല, ഇവിടെ പ്രശ്നമാണ്, ആൾറെഡി പ്രശ്നമായ സ്ഥലത്ത് ഈ പ്രശ്നമാണ്, അതാണ് പറയുന്നത്. പിന്നെ ഒരു കമ്പനി ഒരു സ്ഥാപനം പറഞ്ഞാൽ അത് അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റിന് വെച്ചോളിങ്, അവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ റാ മെറ്റീരിയൽ വേണം. ഇവിടെ എല്ലാം ജലപദ്ധതികളാണ്, ജലം വേണമല്ലോ, ജലപദ്ധതികളാണ് എല്ലാം. അപ്പോൾ ആ പദ്ധതിയുടെ റാ മെറ്റീരിയൽ എന്താണ്? ജലം. ജലമേ ഇല്ലാതെ എങ്ങനെ ജലപദ്ധതികൾ തുടങ്ങുന്നു? ഇവിടെ ജലമേ ഇല്ല, ഭൂഗർഭ ജലമില്ല, ജലവും ഇല്ല. പിന്നെ എങ്ങനെ ജലപദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കും? അപ്പം ഇതൊന്നും ഭരിക്കുന്നവർക്ക്, പാർട്ടി ഏതാകട്ടെ, ഭരിക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ല. നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കും, എല്ലാവർക്കും എല്ലാം അറിയാം. അറിഞ്ഞിട്ടും ഇത് ചെയ്യുന്നു പറഞ്ഞാൽ 90% ഭൂഗർഭജലം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അത്യാവശ്യം 10-15% വെള്ളമുള്ളൂ. ക്വാണ്ടിറ്റി അളവിൽ പറഞ്ഞാൽ, ലിറ്റർ കണക്കിലല്ലാതെ ക്വാണ്ടിറ്റി അളവിൽ കഴിഞ്ഞാൽ 100% ഉണ്ടായിരുന്ന ഭൂഗർഭജലം ഇപ്പോൾ ഒരു 10-15% ഉള്ളൂ. ബാക്കിയെല്ലാം പോയി. അത് നമുക്ക് ഓരോ വർഷവും ചൂട് വരുമ്പോൾ നമുക്ക് ഉണരാൻ കഴിയും. ഭൂമിയിൽ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ചൂട് വരില്ല. നിങ്ങൾ രാത്രി ബൈക്കോട്ടി പോയിട്ടുണ്ട്, അപ്പോൾ പാടങ്ങൾക്കിടയിൽ പോകുമ്പോൾ ചില്ലുണ്ടാകും, കണ്ടിട്ടുണ്ട്? വെള്ളക്കെട്ടാണ് ചുറ്റും. റോഡിൽ പോവും, നല്ല വേനൽക്കാലത്ത് രാത്രി പോലും ഭയങ്കര ഹീറ്റായിരിക്കും. പാടങ്ങൾക്കിടയിൽ കൂടി റോഡ് പോകുമ്പോൾ AC പോലും ഉണ്ടാകും. ഭൂമിയെ തണുപ്പിക്കുക, ഭൂമിയെ ഈർപ്പം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക, ഭൂഗർഭജലം കാത്തു സൂക്ഷിക്കുക, സംരക്ഷിക്കുക, കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യുക.